Hi all, welcome back to Commerce with me, your homely classes. In the previous sessions, you have already learned about the term recruitment and its sources. So today, you will learn about the process of recruitment. See, the recruitment process begins when the Human Resource Department receives requisition for recruitment from any department of that particular organization. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്ന എവിടെ നിന്നാണ്? ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആളെ വേണം അല്ലെങ്കിൽ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റിക്വയർമെൻറ്റ് അറിയിക്കുമ്പോഴത്തേക്കുമാണ് ആ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും ഒരു ഓർഗനൈസേഷനിൽ തുടങ്ങുന്നത്. ആ റിക്വസിഷൻ്റെ അകത്ത് ഏത് തരത്തിലുള്ള പൊസിഷൻ ആണ് വേക്കൻസി ഉള്ളത്, എത്ര പേരെയാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യേണ്ടത്, പിന്നെ അവർ പൊസസ് ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻസ്, എലിജിബിലിറ്റി, പിന്നെ സ്കിൽസ്, ഒരു പെർട്ടിക്കുലർ സ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ ചെയ്യേണ്ട ആ ഒരു ഡെസിഗ്നേഷനിൽ ഇരിക്കേണ്ട ആൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് എംപ്ലോയീനെ എടുക്കുമ്പോഴത്തേക്കും എംപ്ലോയിയും ഓർഗനൈസേഷനും തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു പേഴ്സണൽ റിക്വസിഷൻ്റെ അകത്ത് അല്ലെങ്കിൽ എംപ്ലോയീസിനെ എടുക്കേണ്ട ആ റിക്വസിഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന റിക്വിസിഷൻസ് HR ഡിപ്പാർട്ട്മെൻറ്റ് അവസാനം ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഏതൊക്കെ തരത്തിലുള്ള വേക്കൻസീസ് ഉണ്ട്, എത്ര പേർക്കുള്ള വേക്കൻസീസ് ഉണ്ടെന്നുള്ളൊരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് അവർ പെർഫോം ചെയ്തിട്ടായിരിക്കും പിന്നെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേജിലേക്ക് കടക്കുന്നത്. After studying about the vacancies in the organization, the next step in the process of recruitment is to find out which source is to be selected for the particular recruitment. You have already learned about two sources of recruitment, that is internal source of recruitment as well as external source of recruitment. എന്താണ് internal source of recruitment എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യും. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ വെളിയിൽ നിന്നായിരിക്കും നമ്മുടെ ആ എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ടൈമിലുള്ള നീഡോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തിട്ടായിരിക്കും ഇതിലേത് സോഴ്സിലോട്ട് പോകണം എന്ന് ആ ഓർഗനൈസേഷൻ തീരുമാനിക്കുന്നത്. ചില സമയം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ക്യാൻ ബി ഡൺ. അതായത് ഒരുപാട് വേക്കൻസീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഇൻറ്റേർണൽ എടുക്കാം, ചിലപ്പോൾ ഒന്ന് എക്സ്റ്റേണൽ എടുക്കാം. അങ്ങനെ ഏതാണോ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ തരത്തിലുള്ള സോഴ്സിലോട്ട് ഓർഗനൈസേഷന് മൂവ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേജസ് അഡ്വർടൈസിങ് ദ വേക്കൻസീസ്. അപ്പോൾ നമ്മൾ വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് പ്ലാൻ ചെയ്തു, ഏത് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എന്ത് വേണം? നമ്മൾ പബ്ലിക്കിന് അല്ലെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ നമ്മൾ അറിയിക്കണം നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് വേക്കൻസി ഉണ്ടെന്നും അവരെ ഒരു ആപ്ലിക്കേഷൻ ഇടാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബയോഡേറ്റ നമ്മളിലേക്ക് അവരെ കൊണ്ട് തന്നെ സെൻഡ് ചെയ്യിപ്പിക്കാനുള്ളൊരു ഇനീഷ്യേറ്റീവ് നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ അത് റീച്ച് ചെയ്യാനായിട്ടുള്ളൊരു സോഴ്സാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് ആ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇൻറ്റേർണൽ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിലും നോട്ടീസ് ബോർഡിൽ ഇടുക അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സർക്കുലർ, അതായത് നോട്ടീസ് പോലെ ഓർഗനൈസേഷൻ അവിടെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷന് കൊടുക്കുകയോ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഇൻറ്റേർണൽ സോഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വഴി അവർ തിരഞ്ഞെടുക്കും. ഇനി എക്സ്റ്റേണൽ സോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് വെളിയിൽ കൊടുക്കാം അല്ലേ, ന്യൂസ് പേപ്പറിൽ കൊടുക്കാം, ടെലിവിഷനിൽ കൊടുക്കാം, ഇൻ്റർനെറ്റിൽ കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും സോഴ്സസ് വഴി നമ്മുടെ വേക്കൻസിയെ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിലേക്ക് വേണ്ടി എത്തിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. This is a stage where the employer or the recruiter receives some kind of applications forms or CV or biodata etc. from the prospective candidates. നമ്മൾ നേരത്തെ കൊടുത്ത അഡ്വർടൈസ്മെൻറ്റിന് ഒരു റെസ്പോൺസ് ആയിട്ടാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ എംപ്ലോയീസിൽ നിന്ന് നമുക്കിതൊക്കെ റിസീവ് ചെയ്യുന്നതല്ലേ. അവിടെ നമ്മുടെ കൊടുത്തിരുന്ന അഡ്വർടൈസ്മെൻറ്റ് എത്ര പേരിൽ എത്തിയിരിക്കുന്നോ, അതിൽ എത്ര പേര് നമ്മുടെ ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണ്, അല്ലെങ്കിൽ എത്ര പേര് ആ വേക്കൻസിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പൊസസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അത്രയും കാറ്റഗറി ഓഫ് പീപ്പിളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ബയോഡേറ്റയോ അല്ലെങ്കിൽ CV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ കിട്ടി. ഈ ഒരു പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്നായിരിക്കും ഓർഗനൈസേഷൻ ഫർദർ സെലക്ഷൻസ് നടത്തുന്നത്. Now the last step is evaluation.
നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിക്കാണോ നമ്മൾ ഈ റിക്രൂട്ട്മെൻറ്റ് പോളിസി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഇഫക്റ്റീവായിട്ടാണ് നമ്മൾ ഈ റിക്രൂട്ട്മെൻറ്റ് ചെയ്തത്, മാത്രമല്ല എന്തൊക്കെ പോരായ്മകളാണ് നമ്മൾ ഈ പോളിസി അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തിനാ പോരായ്മകൾ അറിയുന്നത്? നമുക്ക് നെക്സ്റ്റ് ടൈം ഈ റിക്രൂട്ട്മെൻറ്റ് പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പോരായ്മകളെ എല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള രീതിക്ക് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് പോളിസി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ശരിക്കും ഈ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിവ്യൂ എടുക്കുവാണ്, എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് നമ്മൾ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് കുറച്ചും കൂടെ സക്സസ്ഫുള്ളായിട്ട് ഈ പോളിസി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവാലുവേഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. സോ ഈ 5 സ്റ്റെപ്സാണ് ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. Hope you have all understood today's portions. Thank you.